മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? ഇത് നമുക്കൊക്കെ അറിയുന്നതാണ്. നിഘണ്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഗുണ്ടർട്ടിൻ്റെ പേരാണ് വരിക. അപ്പോൾ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏതാണ്? രാമചരിതം. മലയാളത്തിലെ ആദ്യ സാഹിത്യകൃതി രാമചരിതമാണ്. ഇനി EMS നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന M മുകുന്ദൻ്റെ കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേശവൻ്റെ വിലാപങ്ങളാണ്. M മുകുന്ദൻ്റെ കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. അത് ആരിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്? EMSനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ്? NV കൃഷ്ണവാര്യരുടെയാണ്. NV കൃഷ്ണർ വാര്യർ എഴുതിയ ഒരു കൃതിയാണ് ഗാന്ധിജിയും ഗോഡ്സെയും. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. ഇത് എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥ. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉണ്ണുനീലി സന്ദേശമാണ്. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ണുനീലി സന്ദേശം. ഇനി കഥയില്ലാത്തവൻ്റെ കഥ ആരുടെയാണ്? MN പാലൂര് അല്ലേ. ഇതിനൊരു കോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇതിലെ പാർട്ട് 2 കണ്ടാൽ മതി. കഥയില്ലാത്തവൻ്റെ കഥ MN പാലൂര്. വിംബിൾഡണിൽ മഴ പെയ്യുമ്പോൾ എന്ന കൃതി രചിച്ചത് വൈശാഖൻ. വിംബിൾഡണിൽ മഴ പെയ്യുമ്പോൾ എന്ന കൃതി രചിച്ചത് വൈശാഖൻ. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം, ഇന്ത്യയിലെയാണ് കേട്ടോ, കേരളത്തിലല്ല. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ബീലാർ. അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥ തിക്കൊടിയൻ്റെയാണ് അല്ലേ. ഇതെല്ലാവർക്കും അറിയാം. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നോവലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നാടകം ചോദിച്ചാൽ അത് കഥാബീജം. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥ? ഇതറിയാമല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇത് അറിയാത്തവരാരുണ്ടാവില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണെന്ന് ചോദിച്ചാൽ വാസനാവികൃതി രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതി, അത് രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ യാ ഇലാഹി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ചെറുകഥ യാ ഇലാഹി പ്രസിദ്ധീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ യാ ഇലാഹി. അധ്യാപക കഥാകൃത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇത് മാച്ച് ദി ഫോളോവിങ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചോദിക്കലുണ്ട്. അധ്യാപക കഥാകൃത്ത് കാരൂരാണ്. റെയിൽവേ കഥാകൃത്ത് ആരാന്ന് ചോദിച്ചാൽ വൈശാഖൻ. നമ്മൾ നേരത്തെ വൈശാഖനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ വിംബിൾഡണിൽ മഴ പെയ്യുമ്പോൾ എന്ന കൃതി രചിച്ചത് വൈശാഖനാണ്. അതേപോലെ തന്നെ റെയിൽവേ കഥാകൃത്ത് എന്നറിയപ്പെടുന്നത് വൈശാഖനാണ്. അധ്യാപക കഥാകൃത്ത് എന്നറിയപ്പെടുന്നത് കാരൂരാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം കണ്ണുനീർത്തുള്ളി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷിയാണ്. എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനം അല്ലേ. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ. കണ്ണൻ എന്ന കാള കഥാപാത്രമാകുന്ന ചെറുകഥ ഏത് എന്ന് ചോദിച്ചാൽ ശബ്ദിക്കുന്ന കലപ്പ. ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം ആരുടേതാണ്? ദാന്തെ. അവകാശികൾ എന്ന നോവൽ രചിച്ചത് വിലാസിനി. വിലാസിനി എന്ന് പറയുന്നത് തൂലികാനാമാണ്. വിലാസിനി എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമാണ്? MK മേനോൻ്റെ തൂലികാനാമാണ് വിലാസിനി. അതുകൂടെ ഓർത്ത് വയ്ക്കാം. ഇവനെക്കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? സച്ചിദാനന്ദൻ. ഇവനെക്കൂടി എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ചുള്ള ഇവനെക്കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? സച്ചിദാനന്ദനാണ്. ഗുരു ആരുടെ നോവലാണ്? K സുരേന്ദ്രൻ എഴുതിയ നോവലാണ് ഗുരു K സുരേന്ദ്രൻ. കേരളാരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി ഹോർത്തൂസ് മലബാറിക്കസ് നമുക്കറിയാം. മലയാള അക്ഷരം ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയിലാണ്. അതിൻ്റെ അപരനാമമാണ് കേരളാരാമം.
കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികൾ ഇന്ദുചൂടൻ. ദിവ്യകോകിലം അല്ലെങ്കിൽ ടാഗോർ മംഗളം എന്ന കവിത രചിച്ചത് ആരാണ്? കുമാരനാശാൻ. ദിവ്യകോകിലം അല്ലെങ്കിൽ ടാഗോർ മംഗളം എന്ന കവിത രചിച്ചത് കുമാരനാശാൻ. ജോസഫ് മുണ്ടശ്ശേരി രചിച്ച കവിതയുടെ പേര് എന്താണ്? ചിന്താമാധുരി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധൻ കഥാപാത്രമാവുന്ന കുമാരനാശാന്റെ കൃതി ചണ്ടാല ഭിക്ഷുകി. ബുദ്ധൻ കഥാപാത്രമാവുന്ന കുമാരനാശാന്റെ കൃതി ചണ്ടാല ഭിക്ഷുകി. ഒരു തൊഴിലാളി കഥാപാത്രമാവുന്ന മലയാളത്തിലെ ആദ്യ നോവൽ ഓടയിൽ നിന്ന്. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് വളരെ നല്ലൊരു നോവലാണ്. ഒരു തൊഴിലാളി ആണ് കഥാപാത്രമാവുന്നത്. ആ തൊഴിലാളി കഥാപാത്രമാവുന്ന ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. എഴുതിയത് പി കേശവദേവ്. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണമേനോൻ. റിപ്പീറ്റഡ് ആണ്. ദേവകി മാനമ്പിള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയിലെ കഥാപാത്രമാണ് ആര്? ദേവകി മാനമ്പിള്ളി. റിക്ഷാ വണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത്? ഓടയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തൊഴിലാളി നായകനായിട്ടുള്ള ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. ആ നായകൻ ആരാണ്? റിക്ഷാ വണ്ടിക്കാരനായിട്ടുള്ള പപ്പു ആണ്. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ. ഒരാളെ തകർക്കാം പക്ഷേ തോൽപ്പിക്കാനാവില്ല ഏതു കൃതിയിലെ വാചകം? കിഴവനും കടലും. ഒരാളെ തകർക്കാം പക്ഷേ തോൽപ്പിക്കാനാവില്ല കിഴവനും കടലും. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? മഹാരാഷ്ട്രയിലെ ബീലാർ. ബീലാർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മഹാരാഷ്ട്രയിലാണുള്ളത് കേട്ടോ. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ആരുടെയാണ് മാർത്താണ്ഡവർമ്മ? CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ. ഇതാണ് മലയാളത്തിലെ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ. 3 നോവലുകൾ നമ്മൾ ഒരുമിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഇത് 3ഉം CV-യുടെയാണ്. നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുത്തശ്ശി. നാണി ടീച്ചർ മുത്തശ്ശി. നാണി ടീച്ചർ ഒരു മുത്തശ്ശിയാണെന്നൊക്കെ ഓർത്താൽ മതി. നാണി ടീച്ചർ മുത്തശ്ശി. കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാർ രാമവർമ്മ രചിച്ച കവിത മാടവനപ്പറമ്പിലെ ചിത. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, വയലാർ രാമവർമ്മ രചിച്ച മാടവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് വയലാർ എഴുതിയ കവിതയാണ് മാടവനപ്പറമ്പിലെ ചിത. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ നോവൽ അഗ്നിസാക്ഷി. റിപ്പീറ്റഡ്. മലബാർ കലാപത്തിലെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച കാവ്യം ദുരവസ്ഥ. ഇതും റിപ്പീറ്റഡ് ആണ്. മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന ആ ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആശാൻ രചിച്ച കാവ്യം ദുരവസ്ഥ. മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ചിന്താവിഷ്ടയായ സീത ആശാൻ്റെ. 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് ആരാണ്? KP കേശവമേനോൻ. നാം മുന്നോട്ട്. കേശവമേനോൻ നാം മുന്നോട്ട്. കേശവമേനോൻ നാം മുന്നോട്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥ നഷ്ടജാതകം. കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥ നഷ്ടജാതകം. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന യാത്രാ വിവരണം രചിച്ചത് ആരാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന യാത്രാ വിവരണം രചിച്ചത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ചിന്നസ്വാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ആശാൻ. ചിന്നസ്വാമി എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ. ചിന്നസ്വാമി കുമാരനാശാൻ. ശബ്ദതാരാവലി ആരുടെ രചനയാണ്? ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. ശബ്ദതാരാവലി ആരുടെ രചനയാണ്? ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. അപ്പോൾ നമ്മുടെ ശബ്ദം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കണ്ഠത്തിൽ നിന്നാണ് അല്ലേ? കണ്ഠം. ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. ശബ്ദതാരാവലി അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ശബ്ദം വരുന്നത് കണ്ഠത്തിൽ നിന്നാണ്. ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. ദാസൻ കഥാപാത്രമാകുന്ന M. മുകുന്ദൻ്റെ നോവൽ ഏത്? മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ.
നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 200 വരെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തി ആവുള്ളൂ വീഡിയോസ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ഒരു പാർട്ട് 5 ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. കോഡുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ നന്നായിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. അടുത്ത ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Thank you.